കോയിൽ വെക്കണം. ആത്മാവ് വന്ന ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റായിട്ട് ഓടും. എന്ന് വെച്ചാൽ പ്രേതം വന്നു താർത്തും. എന്താടാ വണ്ടിക്ക് ചെറിയ പണി ഞാൻ തീർത്തോണ്ടിരിക്കുക. ചേട്ടന് വണ്ടി പണിയൊക്കെ അറിയോ? സംസാരം അമ്പോ, ഞാൻ പണ്ട് ദുബായിലായിരുന്നപ്പോളേ വൈകുന്നേരം കഞ്ഞുടിച്ച് ഒന്ന് കറങ്ങിറങ്ങിയതാ. ഒരു അറിവ് നേരിട്ട് വന്നിട്ട് എന്താ ഷവി ശനീഷുനാക്കുന്നു. ചേട്ടൻ ഷവീന? ഷവീന്നല്ലടാ, നിനക്ക് മനസ്സിലായില്ല? അതായത് പുള്ളിയുടെ വണ്ടി കംപ്ലൈന്റ് ആയി, ഒന്നൊന്ന് നോക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ഇനി വണ്ടിയുടെ പണിയൊക്കെ അറിയാലോ. ഞാനപ്പോ തന്നെ വണ്ടി ശരിയാക്കി കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ 2 പോലീസുകാർ വീട്ടില്. ഞെട്ടിയാ? ഞാൻ ഞെട്ടില്ല. അതായത് അവരെന്നെ കൊണ്ടുപോകാൻ നേക്കണതാ പോലീസുകാര്. എന്താ സംഭവം എന്നറിയോ? ഞാൻ തലേദിവസം ശരിയാക്കി വണ്ടിയില്ലേ, അതോട് ദുബായ് ഷേക്കിൻ്റെടാ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ശിക്ഷ കഴിഞ്ഞിട്ട് തന്നെ വിട്ടേ. ശിക്ഷ ട്രീറ്റ് ചെയ്തിട്ട് വിട്ടേ. അല്ല എന്നിട്ട് നീ എന്ത് ഇറങ്ങിപ്പോ? അല്ലടാ, ഞാനേ ഒരു സിനിമ കണ്ടു. അതിലിങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് പ്രേതങ്ങൾ വിളിക്കുന്ന പരിപാടി കാണിച്ചു. അത് കൊള്ളാണോ? ഓ, അതറിയില്ല. ഇത് ഭയങ്കര സംഭവ രസ കളി. ഞങ്ങള് ദുബായിൽ വെള്ളിയാഴ്ച തന്നെ കളി. പ്രേതങ്ങളെ വിളിക്കുക പറഞ്ഞയക്കുക. ചേട്ടൊരു സംഭവട്ടാ. അതിപ്പോ നിനക്ക് മനസ്സിലായുള്ളൂ. നിനക്ക് കളിക്കണോ? ഞാനും പ്രേതം വന്നാലോ? വരട്ടടാ, ഞാനില്ലേ. ആ, അങ്ങനെ കുഴപ്പമില്ല. നീ കൂട്ടുകാരൊക്കെ വിളിക്കേ. അങ്ങനെ ഞാൻ അവന്മാരെ ഇപ്പൊ തന്നെ വിളിക്കാം. കിടന്ന് പടക്കല്ലേ, ഇതിന് ചെറിയ ചിട്ടോട്ടങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഗ്ലാസ് മെഴുതിരിക്കല്ലേ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലപ്പേ. എന്തായാലും പിള്ളേരെ വിളിക്കേ. ശരി. ആ, നാളെ ഇരിക്കല്ലേ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഗ്ലാസ് മെഴുകുതിരിയോ? അതെന്തിനാണാവോ?